നമസ്തേ. നമസ്തേ. നമ്മൾ കുറച്ച് നാളിന് ശേഷം വീണ്ടും കാണുകയാണ്. അതെ അതെ. ഇപ്പോൾ അങ്ങ് വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശബരിമല തന്ത്രി ജയിലിലാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ സംസാരിച്ചത് കുറേ വിവാദമായി. തീർച്ചയായും ശബരിമല അയ്യപ്പന് താന്ത്രിക ബന്ധനമുണ്ടോ എന്ന് സംശയിക്കുന്നു എന്നാണ് അങ്ങ് പറഞ്ഞത്. അതെ. ഇപ്പോൾ തന്ത്രി ബന്ധനത്തിലായിരിക്കും. അല്ല, അന്നും ഞാൻ പറഞ്ഞു, തന്ത്രിയെ പറ്റി ഒരു കാര്യം പറഞ്ഞു, വാജിവാഹനം അയാളുടെ വീട്ടിലുള്ളത് തെറ്റാണെന്ന് പറഞ്ഞു. ഇന്ന് എന്തിൻ്റെ പേരിലാണ് വീണ്ടും അറസ്റ്റായിരിക്കുന്നത്? വാജിവാഹനം തെഫ്റ്റാണ്. അത് മാത്രമല്ല, ദേവസ്വം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താ? ദേവൻ്റെ സ്വത്താണ്. അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരെന്നോ കോൺഗ്രസ് എന്നോ വ്യത്യാസമില്ല. സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല, അത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണല്ലോ. ദേവൻ്റെ സ്വത്തിനെ കൈകാര്യം ചെയ്ത്, ദേവൻ മൈനറാണ്, പെർപ്പച്വൽ മൈനർ ആയതുകൊണ്ട് ദേവൻ്റെ സ്വത്തിനെ നോക്കി നടത്താനുള്ള അവകാശം അവർക്കുള്ളൂ. അത് പുറത്തു കൊണ്ടുപോകാനോ ഈ CMDRFിലേക്ക് കൈമാറ്റം ചെയ്യാനൊന്നും അവർക്ക് അധികാരമില്ല. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്ത്രി ഇപ്പോൾ അറസ്റ്റിലായിരിക്കും, രണ്ടാമതും തന്ത്രിയെ ജയിലിൽ പോയി അറസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മോഹൻലാൽ ഒരു സിനിമ ആദ്യത്തെ ജാമ്യം കിട്ടിയാൽ ഈ വീണ്ടും ഇത് നിലനിൽക്കും. അതായത് മോഹൻലാൽ ഒരു സിനിമയെ പറയുന്നുണ്ട്, പിന്നെ പ്രായപൂർത്തിയായെന്ന് വെച്ചാൽ മോഹൻലാൽ 2 തവണ എന്ന് പറയുന്നുണ്ട് ഒരു സിനിമയിൽ. അതുപോലെ ഇപ്പോൾ തന്ത്രി 2 തവണ പ്രായപൂർത്തി തെളിയിച്ചിരിക്കുകയാണ്. തന്ത്രിക്ക് ഞാൻ വിരുദ്ധനാണോ? അല്ല. എനിക്ക് അദ്ദേഹത്തോട് യാതൊരു പേഴ്സണൽ ഗ്രഡ്ജുമില്ല. എനിക്കുള്ളത് ഭക്തന്മാരുടെ വികാരമാണ്. ഈ തന്ത്രി അറിയപ്പെടുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ആണല്ലോ. നമ്മുടെയൊക്കെ അറിവിൽ ഇടതുപക്ഷ സർക്കാരിനെ വേദനിപ്പിക്കാതെ മുന്നോട്ട് പോയ ഒരാളാണ് ഇദ്ദേഹം. പക്ഷേ അയ്യപ്പ സംഗമത്തിന് പോയില്ല. അതൊക്കെ അദ്ദേഹത്തെ തന്ത്രി എനിക്ക് പല പരിപാടിക്കും പോകും. പക്ഷെ പോയില്ല. പിന്നെ യുവതീ പ്രവേശന സമയത്ത് സർക്കാരിനെതിരെ നിലപാടെടുത്തു. പക്ഷെ അതൊക്കെ ഇവർ ചൊടിപ്പിച്ചിരിക്കാം. പക്ഷെ പൊതുവെ അദ്ദേഹം ഈ എല്ലാ ദേവസ്വം പ്രസിഡന്റുമാരുമായിട്ട് നല്ല ബന്ധത്തിലാണ്, ഒരു വിഷമമില്ല. എനിക്കൊറ്റ ചോദ്യമുള്ളൂ, പുറപ്പെടാ ശാന്തിയാണ് എവിടെ? ശബരിമലയിൽ അവിടെ നിൽക്കണം. ഗുരുവായൂരിലെ പോലെ തന്നെ അവിടെ നിൽക്കണം. ശാന്തി അവിടെ നിൽക്കണം, മേൽശാന്തി. പുറപ്പെടാ തന്ത്രി എന്തിനാ? അത് മനസ്സിലായില്ല എനിക്കത്. തന്ത്രത്തിലില്ലാത്തൊരു കാര്യമാണ്. പുറപ്പെടാ തന്ത്രി അയ്യപ്പനത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തന്ത്രി അവിടെ എന്തിനിരിക്കുന്നു? ഇത് ഞാൻ കുടുംബം അവരെ എല്ലാവരും എനിക്ക് പരിചയമുള്ളവരാണ്. ഞാനൊരു ആക്ഷേപം ഉന്നയിക്കുകയല്ല. തന്ത്രി എന്തിനാണ് ശബരിമല ഇങ്ങനെ പിന്നെ നിൽക്കുന്നത്, തമ്പടിക്കുന്നത്? അപ്പോൾ അതിനൊറ്റ കാരണമേ ഉള്ളൂ. ദിവസേന എന്നോണം ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്ന ഭക്തന്മാർ മേശാന്തിക്കും തന്ത്രിക്കും വിസിറ്റ് ചെയ്യുമ്പോൾ പണം കൊടുക്കും. ചിലർ സ്വർണം കൊടുക്കും, പട്ടും പുടവയും കൊടുക്കും, എല്ലാം കൊടുക്കും. ഇത് മേശാന്തി മാത്രം അവിടെ നിന്നാൽ പിന്നെ തന്ത്രിക്ക് എന്താ കിട്ടുക? സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആ വൃത്തികെട്ട പരിപാടി ആ കുടുംബം ഉപേക്ഷിച്ചാൽ അവർക്ക് അയ്യപ്പൻ എല്ലാ ശ്രേയസ്സും കൊടുത്തോളും. ഒന്നിനും കുറവില്ലാത്ത കുടുംബമാണ് താഴ്മൺ കുടുംബം. നമുക്കറിയാമല്ലോ. ചെങ്ങന്നൂര ഇല്ല തിരുന്നാൽ പോരെ, താന്ത്രികമായിട്ടുള്ള കുംഭാഭിഷേകമോ മറ്റു പരിപാടി വരുമ്പോൾ പോവാം. ഇതവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിസീവ് ചെയ്യുക. ദ്രവ്യമോഹമാണത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരാൾ എന്നോട് പറഞ്ഞു, ഇത്തവണ മകരവിളക്കിന് തന്ത്രി മലയിൽ വേണ്ടെന്ന് അയ്യപ്പൻ തീരുമാനിച്ചു. കാരണം മണിമണ്ഡപം ഭഗവാന്റെ ജീവസമാധി അല്ല തന്ത്രി. അത് മാത്രമല്ല, മാളികപ്പുറത്തമ്മയ്ക്ക് തേങ്ങ ഉരുട്ടുന്നത്, അത് മഞ്ഞൾ കൊടുക്കുന്നത്, ഇതൊക്കെ വൃത്തികേടാണെന്ന് പറഞ്ഞു. അത് ചെയ്യരുതെന്ന് പറഞ്ഞു അദ്ദേഹം. മണിമണ്ഡപമാണ് അയ്യപ്പൻ്റെ സമാധി. അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് തന്ത്രി പറയുന്നത്. അതാണ് പറഞ്ഞത്. തന്ത്രിക്ക് ഇതിലൊന്നും, ഞാനിപ്പോൾ പറയുന്ന ആക്ഷേപമാണ്. നേരാം വണ്ണം വൃത്തിയായി പൂജ കഴിക്കാൻ അദ്ദേഹത്തിന് അറിയുമോ എന്നുള്ളത് മാത്രമേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പൂജകൾ കാണുന്നതാണ്. പടിപൂജയൊക്കെ TV-യിൽ കാണുമല്ലോ. പണ്ടത്തെ പോലെയല്ല. പണ്ടൊരു ഒഴുക്ക് കഴിച്ചു കൂട്ടിയാൽ ആരും അറിയില്ല. ഇപ്പം നമ്മുടെ കൈയിലെ മുദ്ര വരെ ഫോക്കസ് ചെയ്യും. ഞാൻ അത്യാവശ്യം പൂജ പഠിച്ചിട്ടുള്ള അങ്ങേക്കറിയാലോ. എൻ്റെ കണക്കിൽ അദ്ദേഹം പൂജ ശരിക്കും പഠിച്ചിട്ടില്ല. അല്ല, പരിപൂർണ സ്വാമി മുമ്പ് തന്ത്രിയോട് ചോദിച്ചല്ലോ, അറിയാമോ, ഗായത്രി മന്ത്രം അറിയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അറിയില്ല. അതെ. അല്ല, അപ്പം അതറിയില്ല ചിലപ്പോൾ പോട്ടെ. ഇപ്പോൾ അയാൾക്ക് അറിയില്ല. ഗണപതി ഹോമം കഴിക്കാൻ പുരുഷത്വം വേണ്ടല്ലോ, അല്ലാണ്ട് കഴിക്കാം, പോട്ടെ. ഒരാൾ പൂജ ചെയ്യുക, അയാൾ ഉപജീവനാണ്, തന്ത്രിയാണ്. അതായത് ഒരു പട്ടാളത്തിലെ കേണലിന് മാർച്ചിങ് അറിയില്ല എന്ന് പറയുന്ന പോലെ ഈ രാജീവരുടെ പൂജ പലപ്പോഴും TV-യിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുമ്പോൾ പൂജ പഠിച്ച ഒരാളെ പോലെയല്ല. മുദ്രകളൊന്നും ശരിയല്ല. മാത്രമല്ല, പല പ്രശ്നങ്ങളുണ്ട് അതിൽ, അത് പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ ചോദ്യം, ഒരാളെ വെച്ചിട്ട് പഠിച്ചൂടെ? പണമില്ലേ? എത്രയോ തന്ത്രിമാർ കേരളത്തിലുണ്ട്, എത്രയോ മഹാന്മാർ കേരളത്തിലുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാതിരുന്നിട്ട് പണം വാങ്ങാന്നൊരു മുദ്ര, ഈ ഒരു മുദ്രയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈശ്വരന് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റൊന്നുകൂടിയുണ്ട് എനിക്ക് പെട്ടെന്ന് തോന്നിയത്, അങ്ങ് പറയുന്നത് തുടരണം. എന്നാലും ഞാൻ ഒരു കാര്യം ഉണർത്തിക്കുകയാണ്. കാരണം തന്ത്രിക്ക് 100 കണക്കിന് ക്ഷേത്രങ്ങളിൽ തന്ത്രം ഉണ്ടായിരിക്കും. അങ്ങനെ ആ ക്ഷേത്രങ്ങളൊന്നും ഒരു പോകുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ചോദ്യം, എനിക്ക് 100 ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക എൻ്റെ സ്ഥാപനത്തിന്. ഞാൻ ഒരു ബ്രാഞ്ചിൽ മാത്രം ഇരിക്കുക. അതിൻ്റെ അർത്ഥം അവിടെ കൂടുതൽ പണം വരുന്നു. ശരിയാണ്.
പിന്നെ വേറൊരു കാര്യം ഹിന്ദുക്കൾ മനസ്സിലാക്കേണ്ട ഞാൻ പറയുകയാണ്, തന്ത്രിയിൽ നിന്ന് അനുഗ്രഹം വാങ്ങുക. പല സെലിബ്രിറ്റികളും പോയിട്ട് കൂടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ, ഞാൻ ഇന്നുവരെ എടുത്ത് എൻ്റെ ഒരു ഫോട്ടോ അങ്ങനെ എവിടെയും വരില്ല, എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല അങ്ങനെ. പിന്നെ നല്ല യോഗ്യന്മാരായിട്ടുള്ള നമ്പൂരിവരെ കണ്ടപ്പോയിട്ട്, കാരണം അത് യോഗ്യത കൊണ്ടാണ്. അതെ, ഇദ്ദേഹത്തിനടുത്ത് പോയിട്ട് അനുഗ്രഹം വാങ്ങിയെന്ന് പലരും പോസ്റ്റ് ഇടും. അങ്ങനെ അനുഗ്രഹം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തപസ്വിയായ ഒരാൾക്ക് അയാളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കാൻ പറ്റുമായിരിക്കും. ഇദ്ദേഹം മേശാന്തിയുടെ കൂടെ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായി. തന്ത്രിയുടെ മുറിയിൽ ഇരിക്കുകയാണ്, ആളുകൾ വരികയാണ്, കെട്ടുകണക്കിന് നമ്മൾ ഈ മലയാളികൾ കഞ്ചൂസ്, തമിഴന്മാരൊക്കെ മലയാളി 10,000 ചിന്തിച്ച് മല കയറും, 100 കൊടുത്തിട്ട് പോരും. തമിഴൻ 100 ചിന്തിച്ച് മല കയറും, 1,00,000 കൊടുത്തിട്ട് വരും, അല്ലേ? അയ്യപ്പൻ തമിഴന്മാരുടെ കണ്ണാണ്. ഞാനൊരു റിക്വസ്റ്റ് പറയാം അങ്ങയോട്, നമ്മൾ തമ്മിൽ പലരും ഇങ്ങനെ പറയുന്നതാണല്ലോ, ഈ ക്ഷേത്രം ഇവിടെ വേണ്ട, ഈ ക്ഷേത്രം തമിഴ്നാടിന് കൊടുത്താൽ മതി. DMK ഇതിൽ നിന്നിട്ട് ഭരിക്കുന്നേ, ഇവിടെ വേണ്ട ഈ ക്ഷേത്രം, ഇത് അയ്യപ്പൻ തമിഴനാണ്, അങ്ങനെ അങ്ങ് വിട്ടാൽ മതി. പന്തളം വന്നു, പന്തളം കൊട്ടാരം രാജാവ് വന്നു, ഈ കഥകൾ ഇവിടെ പ്രചരിച്ചപ്പോൾ എല്ലാം ലൂട്ടിംഗ് ആണ്. ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം, മുമ്പേ എഴുതിയ കാര്യം, അത് തമിഴ്നാടിന് കൂടെ അല്ലെ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എടുക്കാം. 2 സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റുകൾക്ക്, ഇപ്പോൾ മുല്ലപ്പെരിയാർ പോലെ 2 സ്റ്റേറ്റുകൾക്ക് തുല്യ അവകാശമുള്ള 2 ഓഡിറ്റ് നടക്കുന്ന ക്ഷേത്രമാക്കണം. അങ്ങനെയാക്കിയാൽ ഒരു തന്ത്രി അവിടെ ഇരിക്കില്ല. അങ്ങനെ ക്ഷേത്രമുണ്ട്, മംഗളാദേവി ഉണ്ട്, മംഗളാദേവി, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. അതുപോലെ ആക്കിയാൽ മതി. ഇടുക്കിയിലെ മംഗളാദേവി അല്ലേ, അതുപോലെ വർഷത്തിലൊരിക്കൽ അതുപോലെ മതി ഇവിടെ. ഇപ്പോൾ ഈ മാസത്തിൽ 5 പൂജ, പിന്നെ 5 പൂജ. അയ്യപ്പന് സ്വൈര്യം കൊടുക്കണില്ല അവർ. ഞാനൊരു ഒരു രാവിലെ മുഴുവൻ കഷ്ടപ്പെട്ട് ഗൃഹനാഥം കിടന്നുറങ്ങാൻ വരുമ്പോൾ കുട്ടികൾ പാട്ട് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും. അതുപോലെ ഇപ്പോൾ അയ്യപ്പൻ്റെ അവസ്ഥ, ഒരു സ്വൈര്യവും കൊടുക്കണില്ല. കാനന ക്ഷേത്രത്തിൽ പുള്ളി സമാധി വിലീനായിരിക്കുകയാണ്, വർഷത്തിലൊരിക്കൽ കാണാനേ ഉള്ളൂ. ഇത് എല്ലാ മാസവും സർക്കാർ വരുമാനം ഉണ്ടാക്കാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. വരുമാനം കുറയുമ്പോൾ ഒരു കഥയുണ്ട്, പണ്ടൊരു കാക്ക ഒരു ഇറച്ചി കഷ്ണം കൊത്തി പറക്കുകയാണ്. പരുന്തുകളും മറ്റു കാക്കകളും ഇതിനെ കൊത്തിപ്പറക്കിയ പിന്നാലെ പോയിട്ട് വേദന എടുത്ത് അത് വിചാരിച്ചു, എന്താ അപ്പം ഞാൻ ചെയ്തത് തെറ്റ്, അറിയാതെ കൊക്കിൽ നിന്ന് ആ കഷ്ണം താഴേക്ക് വേണം, അപ്പോൾ പരുന്ത് അതിൻ്റെ പിന്നാലെ പോയി. അയ്യപ്പന് സ്വൈര്യം കൊടുക്കാൻ ഞാൻ ഒരു വഴിയേ കാണുള്ളൂ, അത് 2 സ്റ്റേറ്റ്സ്, 2 സ്റ്റേറ്റ്സ്. അതിന് ആര് വിചാരിക്കണം? സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കണം, കാരണം അപ്പോഴേ നടക്കുള്ളൂ. ഈ 2 സ്റ്റേറ്റും ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എടുത്തോട്ടെ. ഇനി വേറൊരു വിഷയം കൂടി പറയാം. ഗുരുവായൂർ തന്ത്രി ദിനേശൻ നമ്പൂരിപ്പാട്, ഞാൻ ഞാൻ പറയുകയാണ്, വിഷമം തോന്നരുത്. ഉദയാസ്തമ പൂജയായിട്ട് സംബന്ധിച്ച വിഷയം അവിടെ അറിയാമല്ലോ. ഇദ്ദേഹം വേണ്ടെന്ന് പറയുക, വേണമെന്ന് പറയുക, അദ്ദേഹത്തിന് ഇഷ്ടത്തിന് കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു കാര്യം ഉണ്ടായി. ഞാൻ അന്ന് നമ്മുടെ ചാനലിൽ പറഞ്ഞൊരു കാര്യം, എല്ലാ ക്ഷേത്രങ്ങളുടെയും തന്ത്രിമാർ ആണ്, തന്ത്രീശനാണ് ആ ക്ഷേത്രത്തിൻ്റെ ആചാരപരമായ വിഷയങ്ങൾ അവസാനമാക്കുക. അത് ശരി തന്നെയാണ്. പക്ഷെ ചില ആളുകൾ സ്വാർത്ഥം വെച്ചിട്ട് ദ്രവ്യമോഹം കൊണ്ടൊക്കെ ജീവിക്കുന്നവരുണ്ടാവുമല്ലോ. വ്യക്തികൾ വ്യത്യാസം വരുമല്ലോ, തന്ത്രിയുടെ സ്ഥാനം അതാണെങ്കിലും. ഞാൻ പറയുന്നത് എല്ലാ ക്ഷേത്രത്തിനും മുകളിൽ വേദജ്ഞരായിട്ടുള്ളവരുടെയും ആഗമം പഠിച്ചവരുടെയും ഒരു അപ്പർ ബോഡി, ഒരു ഹയർ അതോറിറ്റി വരണം. അത് നിർബന്ധമാണത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ശബരിമല ഇങ്ങനെ പറയുന്നു, ഗുരുവായൂരിലേക്ക് കൈവച്ച് നോക്കൂ, പൊട്ടിത്തെറിക്കും അത്. അതെ അതെ, ഓഡിറ്റ് ഇല്ല, ഒരുപാട് കാര്യങ്ങൾ. 72-ലോ മറ്റാണത്ര അവസാനത്തെ ഓഡിറ്റ് നടന്നത്. ഓഡിറ്റ് ഇല്ല, പണം വരുന്നുണ്ട്, ഭക്തന്മാർ പെരുകുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നക്ഷത്രങ്ങൾ സിനിമയ്ക്ക് ശേഷമാണ് ഇത്രയധികം ആൾക്കാർ അവിടെ, 82-നൊക്കെ അല്ലേ. അതിനു മുമ്പ് ഗുരുവായൂർ സാധാരണ ക്ഷേത്രമായിരുന്നു. ആളുകൾ വന്നു, പണം വന്നു എന്ന് കണ്ടാൽ പിന്നെ തന്ത്രി രാജാവിനെ പോലെ പെരുമാറുന്ന 2 ക്ഷേത്രങ്ങളെ കേരളത്തിലുള്ളത്, ഒന്ന് ശബരിമലയും ഒന്ന് ഗുരുവായൂരുമാണ്. ശബരിമലയിൽ ഒരു കാര്യമുണ്ട്, അയ്യപ്പൻ അപ്പപ്പ തീർക്കുന്നുണ്ട് പരിപാടി, പിന്നത്തേക്കില്ല. എന്തോ ഗുരുവായൂരപ്പൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എന്തിനാന്ന് മനസ്സിലാവുന്നുണ്ട്, എന്തോ അവിടെയും ഉരുണ്ടുകൂടുണ്ട്. ഈ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഇപ്പോൾ തന്ത്രി വാജിവാഹനം കൊണ്ട് വീട്ടിൽ വെച്ചത് കേസായി. അങ്ങനെയെങ്കിൽ നമ്മുടെ ചീഫ് മിനിസ്റ്ററെയും ഈ പരിധി കൊണ്ടുവരാൻ പറ്റില്ലേ? ഹൈക്കോടതി പറഞ്ഞു, പ്രളയ സമയത്ത് 2018 തോന്നുന്നു, ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് 10 കോടി രൂപയാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്, CMDRF, ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്ക്. അങ്ങനെ ചെയ്യാൻ പാടുള്ളതല്ല. ഹൈക്കോടതി പറഞ്ഞു ആ പണം തിരിച്ചേൽപ്പിക്കാൻ, ഇന്നുവരെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ വാജിവാഹനം വെച്ചതുപോലെ തന്നെ ഒരു കേസല്ലേ അത്? അതെ, തീർച്ചയായും. എന്തുകൊണ്ട് ദേവസ്വത്തിൽ നിന്ന് മാത്രമല്ല, എന്തുകൊണ്ട് ചീഫ് മിനിസ്റ്റർ റെസ്പോൺസിബിലിറ്റി ആവുന്നില്ല? അതാണ് ഈ ഇവിടെ പ്രശ്നം. ഇവിടെ ചീഫ് മിനിസ്റ്റർ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ്. കാരണം ചീഫ് മിനിസ്റ്ററുടെ ഫണ്ടിലേക്കാണ് മൈനറായിരിക്കുന്ന ഗുരുവായൂരപ്പൻ്റെ സ്വത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ അവിടുത്തെ ദേവസ്വം അന്നത്തെ ഒരു മാനേജർ പറഞ്ഞ കാര്യം, ഞങ്ങൾ സ്വമേധയാ കൊടുത്തതാണ്, അതിനും അവകാശമില്ല, കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ദേവന്റെ സ്വത്താണ്, മൈനറായ ദേവന്റെയാണ്. സ്വമേധ അതെ, നിങ്ങൾക്ക് കൊടുക്കാം, നിങ്ങളുടെ പോക്കറ്റിലെ പൈസ കൊടുക്കാം. ഗുരുവായൂരപ്പൻ്റെ പണം കൊടുക്കാൻ പാടില്ല. ഗുരുവായൂർ ഫണ്ടിൽ നിന്ന് 10 കോടിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ SIT മുഖ്യമന്ത്രി ചോദ്യം ചെയ്യാൻ വിളിക്കുമോ?
ഇല്ല. അല്ലെങ്കിൽ ഈ അന്ന് കൊടുത്ത ദേവസ്വത്തിലെ CPM-ൻ്റെ ആളുകളാണല്ലോ അവിടെ ഉണ്ടാവുക, അവരെ വിളിപ്പിക്കുമോ? ഇല്ല. അപ്പോൾ തന്ത്രി മാത്രമല്ല, ഇതൊരു കൂട്ടുകച്ചവടമാണ്. തന്ത്രിയുണ്ട്, അതിൽ മന്ത്രിയുണ്ട്. അപ്പോൾ മന്ത്രിക്ക് പുറത്ത് നിൽക്കാം, തന്ത്രിക്ക് അകത്ത് പോകാമെന്ന് പറഞ്ഞാൽ അത് പക്ഷപാതമാണെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ വായിച്ചതിൽ ഇപ്പോഴത്തെ റിമാൻഡ് റിപ്പോർട്ട് ഫസ്റ്റിലൊന്നും ഒരു കാര്യമായിട്ടൊന്നുമില്ല. അത് നമ്മുടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അച്ഛനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ളൊരു ന്യായമായിട്ടേ കാണുന്നുള്ളൂ. അത് മാത്രമല്ല, ഈ പറയുന്ന പ്രതിഷേധിക്കുന്ന ഹിന്ദുക്കളെ ഒന്ന് പ്രതിസന്ധിയിലാക്കുക, അത്രയേ ഉള്ളൂ. തന്ത്രിയായി എന്ന് പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പറ്റില്ലല്ലോ. അതാണ് ഗുരുവായൂർ ഞാൻ പറഞ്ഞ വിഷയം. എന്താ വെച്ചാൽ ഗുരുവായൂർ തന്ത്രി ഇങ്ങനെ അദ്ദേഹത്തിന് പുലയുള്ള സമയത്ത് വെച്ചാൽ അദ്ദേഹം പിണ്ടം വെക്കേണ്ട ഒരാൾ മരിച്ചു. ആ സ്ത്രീ മരിച്ചതിൻ്റെ പിറ്റേന്നാണ് അന്നക്ഷേത്രത്തിൽ കയറിയിട്ട് തന്ത്രി വിളക്ക് തെളിയിക്കുന്നത്. അതും നമ്മളെപ്പോലെ ഒരു ചെറിയ നൂല് പോലത്തെ കരയുള്ള മുണ്ടൊന്നും ഇവർ എടുക്കില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ കാര്യം? അവർ ഈ ഇഷ്ടികയുടെ വീതിയുള്ള കരയുള്ള അതും സ്വർണ്ണ നൂലുകൊണ്ട് നെയ്തൊക്കെ കൊടുക്കുള്ളൂ. എന്തിനാണത്? ഞാനും നീയൊന്നും ഒരുപോലെ അല്ല, ഞാനൊരു ഇത്തിരി കേമനാണ്, നീ ഇത്തിരി താണവനാണെന്നൊക്കെ കാണിക്കാനല്ലേ അത്, അല്ലേ? അപ്പോൾ ഇതെന്തോടെ മനസ്സിലാക്കാത്തവർ? സത്യം പറഞ്ഞാൽ യൂണിഫോം വരണം തന്ത്രിമാർക്ക്, പള്ളിയിലച്ചന്മാരെ വരെ ഒരു യൂണിഫോം കൊടുക്കണം അവർക്ക്. തറ്റും മതി, തിരക്കേടൊന്നുമില്ല. ഇതങ്ങോട്ട് കസവും. പിന്നെ മാത്രമല്ല, അദ്ദേഹം നമ്മളാരും പൊതുവേ കുടുംബത്തിലെ അടുത്തവർ മരിച്ചു കഴിഞ്ഞാൽ നെറ്റിയിൽ ചന്ദനം തൊടില്ല. ഇദ്ദേഹം അന്ന് വന്ന് നിൽക്കുന്ന ഫോട്ടോ നോക്കൂ. ഗുരുവായൂരപ്പനെ കാളാഭം നെറ്റി മുഴുവൻ വാരി പൊത്തിയിട്ടാണ് വന്നിട്ട് അവിടെ അന്നക്ഷേത്രത്തിൽ കയറി വിളക്ക് തെളിച്ചത്. അല്ല, ഞാൻ തന്ത്രിക്ക് ഇത് അറിഞ്ഞുകൂടെ? അറിയാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവന് ശിക്ഷ ഇരട്ടിയാവണ്ടേ? അങ്ങനെ ചെയ്യാൻ പറ്റുന്നു? അതാ ഭഗവാന്റെ ദാസനായ, അല്ല, പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ. അല്ല, അത് തെറ്റായ ധാരണയാണ്. ആണോ? ഒരു കാര്യം ഞാൻ അടിവരായിട്ട് പറയാം, ഭഗവാന്റെ അച്ഛനും അമ്മയൊന്നും ഇവരൊന്നുമല്ല. അങ്ങനെയാണല്ലോ പൊതുവിൽ പറയുന്നത്. അത് ഇവർ ഒരു സൂത്രപ്പണി ചെയ്താ. ഒരിക്കലും നമ്മുടെ അധികാരം പോകാണ്ടിരിക്കാൻ നമ്മൾ ചില സൂത്രപ്പണി ചെയ്യുമല്ലോ. ഈശ്വരൻ്റെ അച്ഛൻ ഞാനൊന്നും ആർക്കും പറയാനായിട്ടില്ല. അത് പറയുന്നത് തെറ്റാണ്. ആര് പറഞ്ഞാലും ദേവതയെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന ആൾക്ക് പുത്ര സമാനമായ ഒരു വാത്സല്യം അതിനോടുണ്ടാവാം. കാരണം ഞാൻ നട്ട ചെടിയെന്ന രീതി പറയാം. പക്ഷേ ഇയാൾ നട്ടപ്പോഴല്ല ചൈതന്യം ഉണ്ടായത്. അതൊന്ന് ലോജിക്കലി ചിന്തിക്കൂ. ഇപ്പം ഞാൻ കൃഷ്ണനെ പ്രതിഷ്ഠിക്കുന്നു. ഞാനിപ്പോൾ ഈ യുഗത്തിൽ, കലിയുഗത്തിൽ 2026 ഒരു കൃഷ്ണനെ അങ്ങയുടെ അടുത്ത് പ്രതിഷ്ഠിക്കുന്നു. അപ്പം അങ്ങ് എന്നെ തന്ത്രിയായിട്ട് കാണുകയാണ്, പ്രതിഷ്ഠ ചെയ്ത ആൾ. ഈ കൃഷ്ണ മന്ത്രം ജപിച്ചിട്ടാണല്ലോ പ്രതിഷ്ഠിക്കുക. കൃഷ്ണമന്ത്രം ഞാൻ ഉണ്ടാക്കിയാണോ? അല്ല. കൃഷ്ണൻ എന്ന ആ സങ്കല്പം ഞാൻ ഉണ്ടാക്കിയാണോ? അല്ല. പിന്നെ എങ്ങനെ ഞാൻ എൻ്റെ അച്ഛനാവും? വല്ലവൻ്റെയും ഗർഭം പേർന്നത് തെമ്മാടിത്തരാണ്. മാത്രമല്ല, വസുദേവരുടെ സ്ഥാനമൊന്നും ഇവർക്ക് ആർക്കും ഇല്ല. അതാണ് ഇവർ അവകാശപ്പെടുന്നത്. വസുദേവർ വന്നിട്ട് വരുമ്പോൾ തന്ത്രി എന്താ പറയുക, മാറി നിൽക്കും, ഞാൻ അയാൾ അച്ഛൻ എന്ന് പറഞ്ഞാൽ വസുദേവർ ചെരുപ്പൂരി അടിക്കില്ലേ? അതുകൊണ്ട് ഞാനിതിനെ അംഗീകരിക്കുന്നില്ല. എന്നെ അറിയുന്ന ഒരുപാട് ബ്രാഹ്മണ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേര്, ഇന്നലെയും കൂടി ഞങ്ങൾ 1-2 മണിക്കൂർ മറ്റ് പ്രബലരായ തന്ത്രി കുടുംബങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ വിഷയം. ഞാൻ അവിടെയും പറയുന്ന കാര്യം തുറന്നു പറയുകയാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ചാനലിൽ പറയുന്നത്, ഈ ദൈവത്തിൻ്റെ അച്ഛൻ ഈ വങ്കന്മാരാരുമല്ല. അങ്ങനെ തന്നെ പറയാം. ഈ ഒരു ധാരണ നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്നതിനാ? ചോദ്യം ചെയ്ത് കൂടാ. ഇവരുടെ കസേര ഉറപ്പിക്കാനാണ്. അല്ല, ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. I am his dad. Who are you to question ആണ്. ഇപ്പോൾ when വസുദേവ comes, ഇയാളുടെ സ്ഥാനം എന്തായി? വസുദേവർ വന്നിട്ട് പറയാടേ ഞാനാണ് അവൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരാരും വസുദേവർ കളിക്കണ്ട. ആ പരിപാടിയൊക്കെ അതിനൊന്നും പ്രമാണമില്ല. എന്തുകൊണ്ട് പ്രമാണമില്ല? ലോജിക്കലി ഞാൻ പറയാം. ഇപ്പോൾ ഏറ്റുമാൻ്റെ അപ്പനെ, താഴ്മണാണല്ലോ തന്ത്രി, ഏറ്റുമാൻ്റെ അപ്പനെ ഇദ്ദേഹം പ്രതിഷ്ഠിച്ചാണോ? അല്ല. അത് സ്വയം ഏതോ കാലത്തുള്ളതാണ്. ഖരമഹർഷി കൊണ്ടുവന്ന 3 ലിംഗങ്ങൾ ഒന്നാണത്. 3 അതിൻ്റെ തന്ത എങ്ങനെയാവുക? ഇന്നലെ ഉണ്ടാക്കിയ കല്ലിൻ്റെ തന്തയാവാം. ഈ വൈക്കത്തപ്പൻ്റെ, ഏറ്റുമാനപ്പൻ്റെ ഒക്കെ ഖരമഹർഷിയാണോ അതോ ഇവരാണോ? അപ്പോൾ ഇതൊക്കെ ഇല്ലോജിക്കലായിട്ട് ഹിന്ദുക്കൾക്ക് വിവരക്കേട് പാസ് ഓൺ ചെയ്ത് വരികയാണ് ഓരോ ജനറേഷനിലും. അതിപ്പോൾ നിർത്തണം. പരസ്യമായിട്ട് ഇല്ല. തന്ത്രി ബഹുമാന്യനാണ്. കാരണം ആ ക്ഷേത്രത്തിൻ്റെ വിധാനം നിർമ്മിക്കുന്നതിലും ആ ക്ഷേത്രം എങ്ങനെ മുന്നോട്ട് പോകണം, എത്ര കാലം പൂജ വേണം, എന്ത് നേദ്യം വേണം, ഇതൊക്കെ നിശ്ചയിക്കാം. ആ മന്ത്രം അയാൾ ഉണ്ടാക്കിയാണോ? അല്ല. അവിടെ മൂർത്തിയുടെ പ്രാണനാണ് മന്ത്രം. മൂർത്തിയുടെ പ്രാണൻ താൻ കൊടുത്തതല്ലെങ്കിൽ താൻ എങ്ങനെ അതിൻ്റെ അച്ഛനാവും? ഇപ്പോൾ ഉദാഹരണം, ഓം നമോ ഭഗവതേ വാസുദേവായ ബീജാക്ഷരത്തെ മന്ത്രമാണ്. ഇത് വെച്ചിട്ടൊരു ക്ഷേത്രത്തിൽ ഞാൻ പ്രതിഷ്ഠ നടത്തിയാൽ ഞാൻ പറയുന്ന ഇന്ന് മുതൽ ഇയാൾ ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞാൽ ശരിയല്ല. ആ മന്ത്രം ഏതോ കാലമുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ ഇങ്ങനെ അച്ഛൻകളി ഇവിടെ ഹിന്ദുമതത്തിലില്ല. അത് മറ്റ് ചില ഈ പിന്നെ കുഞ്ഞാടുകളൊക്കെ നിൽക്കുമ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇവിടെ നമുക്ക് നമ്മളെ അമ്മയുമായിട്ട് സംഭോഗം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയവനാണ് നമ്മുടെ അച്ഛൻ. നാട്ടുകാർ മുഴുവൻ അച്ഛൻ എന്ന് വിളിച്ചാലേ അമ്മയ്ക്കാണ് നടക്കത്. ഗുരുവായൂരപ്പൻ്റെ അമ്മ
ദേവകി എന്നൊരു അമ്മയുണ്ടല്ലോ, ആ അമ്മയ്ക്ക് എത്ര വലിയ അപമാനം അത്. ശരിയാണ്. ഇന്നലെ വന്ന ഈ നമ്പൂരിപ്പാടാണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ. ഇത് ഞാൻ വിപ്ലവത്തിന് വേണ്ടി പറയുന്നതല്ല, എല്ലാ കാലവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് അങ്ങേയറ്റത് വൃത്തികേടാണ് പറയുന്നത്. അങ്ങനെ പറയുന്നത് വേണേൽ പറയാം, ഞാൻ ഈ ക്ഷേത്രത്തിന് ആചാര്യനാണ്. ഇപ്പോൾ ഈ പഴയ വൈഖാനസ്ഥത്തിലായിക്കോട്ടെ, പാഞ്ചരാത്രത്തിലായിക്കോട്ടെ, മറ്റ് ആഗമങ്ങളായിക്കോട്ടെ, തന്ത്രിയെ ആചാര്യൻ എന്നാണ് വിളിക്കുന്നത്. ക്ഷേത്രത്തിലെ ആചാര്യനാണ് അയാൾ. ആ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങൾ ചിട്ടപ്പെടുത്തുകയും ഉയർന്ന സ്ഥാനത്തുള്ള ആൾ തന്നെയാണ്. പക്ഷേ ഈ ഈസ് നെവർ എ ഡാഡ് ടു ദ ഡിയറ്റി. അത് ഇവർ മനഃപൂർവ്വം പറയുന്ന, എന്തിനാ പറയുന്നറിയോ? ഒരിക്കലും ആ അധികാരം കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഹിന്ദു സമൂഹം ഇന്നോടെ അവസാനിപ്പിക്കണം. പക്ഷെ ഇതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുന്നില്ല? എല്ലാവർക്കും കൂട്ടുകച്ചവടമാണ്. കാരണം മാധ്യമങ്ങളിലൊക്കെ വരുന്ന ഭഗവാന്റെ പിതൃസ്ഥാനീയനായ തന്ത്രി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ നറേറ്റീവ്സ്. അതെന്തിനാണ്? എനിക്ക് ഇത്രേ ചോദ്യമുള്ളൂ. ഈ ഭഗവാന് വേണ്ടിയ തന്ത്രി എന്താ ചെയ്തത്? വിഗ്രഹം അവിടെ കൊണ്ടുവച്ചു. അല്ല, ശബരിമലയിലെ വിഗ്രഹം സ്ഥാപിച്ചതും തന്ത്രിയല്ല. അല്ല, ആയിക്കോട്ടെ, രണ്ടാമത്തെ ഇയാൾ ശങ്കരനാണല്ലോ വെച്ചു. ശരി, അതിലേക്കൊരു മന്ത്രം പ്രയോഗിക്കുന്നുണ്ട്, അയ്യപ്പൻ്റെ മന്ത്രം, ശാസ്താവിൻ്റെ മന്ത്രം. ആ മന്ത്രം ഈ തന്ത്രി ഉണ്ടാക്കിയാണോ? അല്ല. അപ്പം ഇങ്ങനെ ഇവർ പറയും തൻ്റെ പ്രാണനെ കൊടുക്കുന്നതാണ്. അപ്പം തൻ്റെ പ്രാണനെ വിഗ്രഹത്തിൽ കൊടുത്തൊരാൾ ആ വിഗ്രഹം വെച്ച് മകനെ വെച്ച് പൈസ ഉണ്ടാക്കുമോ? ലോജിക്കാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ മകൻ അവിടെ ഇരിക്കേണ്ട, ഉത്സവത്തിന് കൊണ്ട് വെച്ചാൽ മകൻ അവിടെ ഇരിക്കേണ്ട, പൈസ കൊണ്ട് തന്നേക്കുന്ന പറഞ്ഞത് അത് ശരിയല്ല. നമുക്ക് ദ്രവ്യാശ വളരെ കൂടുതലാണ്. ഞാൻ പറയും മറ്റ് മതങ്ങളിൽ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ പല്ല് തേക്കുക, എന്നിട്ട് മറ്റുള്ളവർ പറയാം. നമ്മളുടെ ഈ ക്ഷേത്ര സംവിധാനത്തിൽ ഒരുപാട് മാറ്റം. അതിൽ പ്രധാനമായിട്ടുള്ള മാറ്റം ഈ ഗുരുവായൂർ തന്ത്രി ഈ പുലയുള്ള സമയത്ത്, ഞാൻ ചോദിക്കട്ടെ, പുലയുള്ള സമയത്ത് ഒരു സാധാരണ ഭക്തൻ അവിടെ കയറിയത് അവരറിഞ്ഞാൽ അവർ തല്ലി ഓടിക്കില്ല, അവനെ ശുദ്ധികലശം നടത്തും, അവനെ തല്ലി ഓടിക്കില്ലേ? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഗുണ്ടകളല്ലേ അവിടെ നിൽക്കുന്നത് മുമ്പിൽ? പോട്ടെ, ഒരു സെക്കൻഡ് കൂടുതൽ കൃഷ്ണനെ നോക്കി അടി കിട്ടില്ലേ? ഇല്ലേ? ആ സമയത്താണ് ഈ അധികാരം മുഴുവൻ പ്രയോഗിച്ചുകൊണ്ട് ഒരാൾ പുലയുള്ളപ്പോൾ കയറി വിളക്ക് കത്തിക്കുന്നതും നെറ്റിയിലെ ഇഷ്ടി കൊണ്ട് കുറി വരച്ച് വരുന്നതും. എനിക്ക് ഇന്നേ വരെ ഈ പറഞ്ഞ ഗുരുവായൂർ തന്ത്രിയെ കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ പലപ്പോഴും ഗുരുവായൂർ പോകാറുണ്ട്. പക്ഷേ ജസ്ന സലീമിന് പറ്റി. ജസ്ന സലീം സ്വന്തം മകളെ പോലെ അടുത്ത് നിൽക്കുകയാണ്. അതേ സമയത്ത് അവിടെ ഒരു പറയനോ പുലയനോ വന്നാൽ ഇതുപോലുള്ള സൗകര്യം കിട്ടുമോ? ഞാൻ ചോദിക്കണേ. കിട്ടില്ല. ജാതി പറയല്ല, ഒരു പറയനോ പുലയനോ അവിടെ വന്നു, വാ മോനെ അടുത്ത് വന്ന് ഫോട്ടോ എടുക്കാൻ തന്ത്രി പറയോ? ജസ്ന സലീമിനുള്ളതും ഹിന്ദുക്കളായ സാധാരണ ഭക്തന്മാർക്ക് ഇല്ലാത്തതുമായ എന്തോ ഒന്നും അതിനുള്ളിലുണ്ട്. എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഹിന്ദുക്കൾ ശരിക്കും വിരോധിച്ച് മാറ്റേണ്ടതാണ്. ഇത് കല്ലെറിയല്ല വേണ്ടത്. അവരോടായിട്ട് ഞാൻ നേരിട്ട് പറയുന്ന കാര്യം ഇവിടെ പറയണം, ഓപ്പൺലി പറയണം. നിങ്ങൾ പറയണം, ഇയാൾ ക്ഷേത്രത്തിന് ആചാര്യനാണ്, തീർച്ചയായിട്ടും ബഹുമാന്യനാണ്, സംശയമില്ല. ബട്ട് ബിയോണ്ട് ദാറ്റ് ആരാണ് ആചാര്യൻ? സ്വയം ആചരത്തെ യസ്മാത് തസ്മാത് ആചാര്യ ഉച്യത്തെ. സ്വയം ആചരിക്കുന്നതാണ് ആചാര്യൻ. സ്വയം പുലയെ ആചരിക്കാതെ ഒരാൾ എങ്ങനെയാണ് ഗുരുവായൂർ ചിട്ടവടെന്ന് പറയുക? ഇപ്പോൾ ഗുരുവായൂരേക്ക് വന്നാൽ ആചാര വിഷയം എടുത്താലും പിന്നെ അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ എടുത്താലും രണ്ടും അപകടമാണ്. ശബരിമലയേക്കാൾ വലിയ ബോംബാണ് ഗുരുവായൂർ പൊട്ടാനിരിക്കുന്നത്. അത് ടിക് ടിക് ചെയ്തുകൊണ്ടിരിക്കും. അതിരിക്കും. ഗുരുവായൂരപ്പൻ്റെ കാര്യം എന്താ വെച്ചാലേ, മഹാഭാരതം വായിച്ചവർക്കൊക്കെ അറിയാം. ഗുരുവായൂരപ്പൻ പറയാണ് ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞാൽ, ഗുരുവായൂരപ്പൻ 1 മിനിറ്റ് കൊണ്ട് വരാം അർജുന എന്ന് പറഞ്ഞാൽ, അർജുനൻ 59 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. 60ാമത്തെ സെക്കൻഡ് അവിടെ എത്തുകയുള്ളൂ. അതുപോലെ ഇതിന് ടിപ്പിംഗ് പോയിന്റ് വരുന്നത് പൊട്ടും. ഗുരുവായൂർ നോട്ടുകെട്ടുകൾ ചീഞ്ഞു പോവുകയാണ്. ഞാൻ തമാശ പറയില്ല. എത്രയോ ഹിന്ദുക്കൾ സർക്കാർ ആശുപത്രിയിലും മറ്റും അലഞ്ഞിട്ട് കാശില്ലാതെ, ഈ ഗുരുവായൂരപ്പൻ്റെ പേരിൽ കേരളത്തിൽ 14 ജില്ലയിലും 14 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ടായിക്കൂടെ? അതിനെന്ത് വേണം? ഹിന്ദുക്കൾക്ക് അധികാരം കിട്ടണം. എപ്പോഴും പോയിട്ട് ഇടയ്ക്ക് വെള്ളാപ്പള്ളി ഒരു കൊട്ട് കൊട്ടുമ്പോൾ എന്നാൽ CPM കൊള്ളാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വോട്ട് ചെയ്യും, ഇടയ്ക്ക് മറ്റോ കൊട്ടുമ്പോൾ UDFന് വോട്ട് ചെയ്യും. അവസാനം നമുക്ക് ഭരണമില്ല. അതെ, നമുക്ക് ഭരണമില്ലാത്ത കാലത്ത് നമുക്ക് ഒരു ചുക്കും ഉണ്ടാക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡുകളിൽ നിന്ന് ഒരു എടുക്കുക, ഒരു 33% മാന്യതയാണല്ലോ, 33% വെൽത്ത് ഹിന്ദു സമാജത്തിന് സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഉണ്ടാക്കാൻ വിനിയോഗിച്ചിരുന്നുവെങ്കിൽ ഇവിടെ മതപരിവർത്തനം ഉണ്ടാവുകയില്ല. എന്തുവേണ്ട പരിവർത്തനം ചെയ്യണത്? പട്ടിണിയും രോഗവും അല്ലേ? അതെ. അപ്പോൾ ആരോ തീരുമാനിച്ചിട്ടുണ്ട് ഹിന്ദുക്കളുടെ സ്വത്ത് ഹിന്ദുക്കൾ കിട്ടരുത്. അതിൻ്റെ ഭാഗമാണ്. അതാണ്, ഇത് വലിയ പ്ലാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ പോറ്റി എന്ന് പറഞ്ഞ ആൾ, ഇപ്പം നമ്മുടെ ഇപ്പോൾ TV കാണിക്കുന്ന ആൾ കണ്ടിട്ടില്ല കേട്ടോ. പോറ്റി എന്നൊരാൾ എൻ്റെ അടുത്ത് വന്നിട്ട്, സാറേ ഒരു കച്ചവടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പുറത്ത് കിടക്കാൻ പറയുന്നത് അറിയോ? മുഖലക്ഷണം ഒന്നുണ്ട്. ഒരാളെ കണ്ടാൽ മനസ്സിലാവാത്തവൻ എങ്ങനെയാണ് അയ്യപ്പനെ പൂജിക്കുക? പോറ്റി ഇവിടെ വന്നു, ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ എന്നാൽ താനും കുഴപ്പമാണ്. കാരണം അയാളെ കണ്ടാൽ തന്നെ അറിയാം, ക്രുക്കഡായിട്ടൊരു വ്യക്തിയാണ്.
അത് മനസ്സിലാക്കാനുള്ള ലക്ഷണശാസ്ത്രം അറിയില്ല. തന്ത്രി ആരായിരിക്കണം ശാസ്ത്രം ശരിക്കും പറയണം. തന്ത്രി ഒരു ആചാര്യൻ ആരായിരിക്കണം? സർവ്വലക്ഷണശാസ്ത്രം അറിഞ്ഞിരിക്കണവൻ. മൂർത്തി ലക്ഷണം മാത്രം അറിഞ്ഞാൽ പോരാ. അപ്പോൾ മൗനാനുവാദം എന്ന് പറഞ്ഞ SIT പറഞ്ഞ കാര്യത്തിൽ ഒരു ഹിന്ദു സമാജത്തിലെ വ്യക്തി എന്ന നിലയ്ക്ക് അത് ലീഗലി നിലനിൽക്കുന്നല്ലെങ്കിലും താന്ത്രികമായിട്ട് അതിന് നിലനിൽപ്പുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വ്യക്തി, കളങ്കിതനായ വ്യക്തി വരുമ്പോൾ, അത്തരം ജുവലറികളുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുകയും അത് ഓപ്പൺലി പറയാലോ. തന്ത്രിക്ക് പറയാനുള്ള വോയിസ് ഉണ്ട്. തന്ത്രി നോ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് ചെയ്യാത്തത് തെറ്റ്. കത്ത് കൊടുക്കാലോ, വേണ്ട ഒന്നും കത്ത് കൊടുക്കാൻ ദേവസ്ഥ ഇന്ന ആൾ കളങ്കിതനാണ്, അല്ലെങ്കിൽ ഇന്ന ആളെ അടുപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഇന്ന ജുവലറിയായിട്ട് ബന്ധം വേണ്ട, അയ്യപ്പൻ്റെ ഒരു തരി പൊന്നും പുറത്ത് കൊണ്ടുപോകണ്ട പറഞ്ഞാൽ പോരെ. ഇത് സംസ്ഥാനം വിട്ടിട്ട് തമിഴ്നാട്ടിലും ബാംഗ്ലൂരൊക്കെയാണ് പോകുന്നത്. ഈ സ്വർണം അല്ലെങ്കിൽ ഇറിഡിയം എവിടെയാണ് പോകുന്നത്? ജർമ്മനിക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നതിൻ്റെ 1000 ഇരട്ടി പണമാണ്, ചില്ലറ കാശല്ല. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ അങ്ങയോട് പറയുകയാണ്, അങ്ങേക്കും എനിക്കും നല്ലൊരു ഊണ് കഴിക്കണം എന്നുള്ള അപ്പുറത്ത് എന്താ ആഗ്രഹം വേറെ? അതെ, സഞ്ചരിക്കാൻ വാഹനം വേണം, ചോരാത്ത വീട് വേണം, കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യം ഉണ്ടാവണം, ചികിത്സിക്കാൻ പണം, ഇത്രയല്ലേ വേണ്ടു ഒരാൾക്ക്. മാക്സിമം വസ്ത്രം, നല്ല വസ്ത്രം ധരിക്കുക, ഇത്രയല്ലേ വേണ്ടു. ഇത് ഈ തലമുറകളിലേക്ക് ഒരു 20-30 തലമുറയ്ക്കുള്ള സ്വത്തുണ്ട് ഓൾറെഡി. ഇപ്പോഴും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ അടുത്ത വരുമാനം എവിടെയാണ്? ഇവർക്ക് സത്യസന്ധത പറഞ്ഞാൽ ഗുരുവായൂരപ്പനെയും ഭയമില്ല, അയ്യപ്പനെയും ഭയമില്ല, ഭക്തിയില്ല അവർക്ക്. ഒരു സാധാരണ ഭക്തൻ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന ആ ഒരു നിർമ്മലമായ ചിന്ത ഇവർക്കില്ല. ഇത് എനിക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മെഷീൻ എന്ന് ചിന്തിച്ചാൽ വേറെ അടക്കം വന്ന് അയ്യപ്പനെ നോക്കുക. ഞാൻ തമാശയായിട്ട് പറയില്ല, ഒരു കാര്യത്തിനൊരു കാരണം ഉണ്ടാവും. തന്ത്രി ശുദ്ധനോ അശുദ്ധനോ ഞാൻ വിധിക്കുന്നില്ല, അത് കോടതി പറഞ്ഞോട്ടെ, ഗുരുവായൂരപ്പനും അയ്യപ്പനും പറഞ്ഞോട്ടെ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ ഉള്ള സ്ഥലം അദ്ദേഹം കിടന്നുറങ്ങേണ്ട സ്ഥലമല്ല. എങ്ങനെ അദ്ദേഹം അവിടെ എത്തി? പുഷ്പശയ്യയിൽ എങ്ങനെ ഈ മണ്ണിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് അയാൾ ചിന്തിക്കണം. ഞാനല്ല പറയേണ്ടത്. അദ്ദേഹത്തോട് ഞാൻ ഇതിലൂടെ കേൾക്കുന്ന അവരുടെ കുടുംബത്തോട് റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പോൾ രാഹുൽ ഈശ്വരൊക്കെ അദ്ദേഹത്തെ ന്യായീകരിച്ച് പറയണം, ഞാൻ തെറ്റല്ല, അയാൾ ശുദ്ധനാണ്, ഇതുവരെ കേസൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ അരുതാത്ത പലതും ശബരിമല നടക്കുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഈ ദേവസ്വം എന്നുള്ള മാറാപ്പാണ്. ആലോചിച്ച് നോക്കൂ, ഈ ദേവസ്വം എന്നുള്ള മാറാപ്പല്ലേ അനാവശ്യ പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ പോയി ഇങ്ങനെ ഈ ദേവസ്വം ബോർഡുകാരെല്ലാവരും നിരീശ്വര. ഇപ്പോൾ പ്രശാന്തിൻ്റെ കാര്യം എടുക്കുക. പ്രശാന്ത് ശബരിമല വന്നതിന് ശേഷം ഉണ്ടാക്കി വീട് കണ്ടില്ലേ? അതെ, അങ്ങനെ എവിടുന്നുണ്ടായി? തന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, പ്രശാന്തിനെയും വാസുവിനെയും ഒക്കെ രക്ഷിക്കാനൊരു സിസ്റ്റം പുറത്തുണ്ട്. തന്ത്രിക്ക് രക്ഷിക്കാൻ ആരുമില്ല, പുറത്ത് ആരുമില്ല. അതെല്ലാ തന്ത്രിമാരും ചിന്തിക്കണം. തന്ത്രിക്ക് വേണ്ടി വർത്തമാനം പറയാൻ ഹിന്ദുക്കളും ഇല്ല. അപ്പം ഒരു അൺട്രെയിൻഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് ഹിന്ദുക്കൾ. ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള അൺട്രെയിൻഡ് ആണ്. എന്നാൽ കള്ളം പറയാൻ ട്രെയിൻഡ് ആയിട്ടുള്ള വലിയൊരു സംഘം തന്നെ, ഉപജാപക സംഘം തന്നെ ഈ പ്രശാന്തിനെയും വാസുവിനെ രക്ഷിക്കാൻ പുറത്തുണ്ട്. അതിന് എന്ത് പൊളിറ്റിക്കൽ പാർട്ടി പേരൊക്കെ ഉണ്ടാവാം. അതൊന്നും നമുക്കില്ല, സപ്പോർട്ട് സിസ്റ്റം ഇല്ല. അപ്പം നമ്മൾ കളിക്കുന്നതിന് പരിധി വേണം. നമ്മൾ ഈ അയ്യപ്പനെ വെച്ച് കളിക്കുന്നതിന് പരിധി വേണം. ഞാനൊരു കാര്യം പറഞ്ഞു, ഇത് അങ്ങ് കാര്യമായിട്ട് അങ്ങേപ്പോലുള്ള ജേർണലിസ്റ്റ് ചിന്തിക്കേണ്ട വിഷയമാണ്. there should be an apex body which governs the temple and the തന്ത്രി അടക്കമുള്ളവർക്ക് ഒരു കാര്യത്തിൽ ശങ്ക വന്നാൽ, ഏകാദശി വിഷയത്തിലോ വിളക്കിൻ്റെ വിഷയത്തിലോ ഒരു ശങ്ക വന്നാൽ അതിനെ തിരുത്തുകയോ അതിനെ പരിഹരിക്കുകയോ ചെയ്യുന്ന ഒരു എയ്പെക്സ് ബോഡി ഓദിക്കന്മാരും ആഗമ ശാസ്ത്ര പണ്ഡിതന്മാരുമായിട്ട് ഉണ്ടാവണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ആചാര്യ സമിതി, വലിയ സഭ ഉണ്ടാവണം. ആ സഭയുടേതായിരിക്കണം ഫൈനൽ വേർഡിക്റ്റ്. തന്ത്രി എന്തെങ്കിലും പറഞ്ഞു അത് നടത്താൻ പാടില്ല, അമ്പലത്തിൽ നടത്താതിരിക്കാനും പാടില്ല. അതാണ് വേണ്ടത്. അപ്പം പുറപ്പെടാ ശാന്തി അവിടെ ഇരുന്നോട്ടെ, തന്ത്രി എന്തിനാ ഇവിടെ ഇരിക്കണം ചോദിക്കണം. അത് ദേവസ്വം ചോദിക്കില്ല, ദേവസ്വം ബഹുമാനാ, കാരണം കൂട്ടുകച്ചവടമാണല്ലോ. അപ്പോൾ അവിടെ ഇപ്പോൾ ഞാൻ പറയാം, 1 ലക്ഷം വരുന്നു ഒരു ദിവസം എനിക്ക് കയ്യിൽ, 33,000 മേശാന്തിക്ക്, 33,000 തന്ത്രിക്ക്, 33,000 ദേവസ്വം ബോർഡിനുമാണ്, മാനേജർക്കുമാണ്. അപ്പോൾ ഈ കച്ചവടത്തിൽ ആരെങ്കിലും പരസ്പരം നിരുത്സാഹപ്പെടുത്തുമോ? കൂടുതലുണ്ടാവട്ടെ, തന്ത്രിയോട് ഇരിക്കുമെന്ന് പറയും എന്നല്ലേ? ആ പരിപാടി നിർത്തണം. ഇനി രാജീവർ പുറത്തു വരും, ഉറപ്പാണ്. രാജീവർ പുറത്തു വരുമ്പോൾ രാജീവർ ഇനി ഒരിക്കലും തന്ത്രിയാവാൻ പാടില്ല. അല്ല, ആയിക്കോട്ടെ, അങ്ങനെ പറയുന്നില്ല, അവരുടെ കുടുംബ ഇത് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ കുത്തിയിരിക്കാൻ പാടില്ല. എവിടെ? ശബരിമല. അവിടെ ആവശ്യമുള്ള കാര്യങ്ങൾ അയാൾ പോവാം, അല്ല തട തുറക്കുമ്പോൾ വേണമല്ലോ, ഒക്കെ ചെയ്തോട്ടെ. അവിടെ കുത്തിയിരുന്ന് പൈസ ഉണ്ടാക്കുന്ന പരിപാടി പാടില്ല. എക്സ്ട്രാ മണി, അതാണ് എല്ലാവരും നശിപ്പിക്കുന്നത്. നമ്മൾ കോളേജിൽ പോകുമ്പോൾ 10 രൂപ കോള് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യുമോ അതിൻ്റെ വലിയൊരു വേഷനാണ് തന്ത്രി. ഏതായാലും സ്വയം വരുത്തി വെച്ച വിനയാണ്. ഞാൻ പറഞ്ഞു, ഹിന്ദു സമൂഹം ഒന്ന് എഡ്യൂക്കേറ്റഡ് ആവേണ്ടതുണ്ട്. ഇതൊരു ചിലപ്പോൾ ഭഗവാൻ തന്ത്രി ശിവന്റെയും രാമന്റെയും ഒന്നും അച്ഛനല്ല, അതിന് വേറെ ആൾക്കാരുണ്ട്. ശിവനും പിന്നെ അച്ഛനും ഇല്ല, അമ്മയിൽ ആളാണ് അച്ഛൻ. ഇപ്പൊ ശിവക്ഷേത്രത്തിൽ പണിത് അയാളെ ഞാൻ ശിവന്റെ അച്ഛൻ പറഞ്ഞാൽ എന്താ പറയാ?
അതിൽ വലിയ ആക്ഷേപമുണ്ടോ? ഏറ്റുമാനൂർ തന്ത്രിയാണ് ഇവർ, അതെ അതെ അല്ലേ? അപ്പോൾ ഏറ്റുമാനപ്പൻ്റെ അച്ഛനാ ഞാൻ എന്ന് പറഞ്ഞാൽ എന്താ ബോധഗണന അടിച്ചു ഓടിക്കില്ലേ? അതപ്പം നടന്നത്. കാരണം ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ എന്നാണ്, അല്ലേ? ഹരിഹരനാണോ ഈ രാജീവർ? നമ്മൾ ശരണം വിളിക്കുമ്പോൾ രാജീവർ ഇടയിൽ ഇപ്പൊ ബോധപൂർവ്വം ഉണ്ടാക്കി, അങ്ങ് പറഞ്ഞതുപോലെ ബോധപൂർവമായി ഗവേൺ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു അതും തുറന്നു കാട്ടാനുള്ള അവസരം കൂടിയാണിത്. ഈ പറച്ചിൽ വിശ്വസിക്കുന്നതും വിശ്വസിച്ചോട്ടെ, ഇല്ലാത്തവൻ ഇതിൽ പോയി പെടും. അവനവൻ്റെ പൈസ പോകുന്നതിന് വേറെ ആരും ഈടല്ലല്ലോ. എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളെല്ലാം ശരണം വിളിക്കുന്നത്, ഞാനടക്കം ശരണം വിളിക്കുന്ന ഹരിഹരസുതനെ ശരണം പൊന്നയ്യപ്പ, അതിലെ ഹരിഹരനാണോ രാജീവർ? അല്ലെങ്കിൽ ദിനേശൻ നമ്പൂരിപ്പാട്? വാസുദേവ കൃഷ്ണ എന്ന് വിളിക്കുന്നതിൽ വാസുദേവനാണോ? അല്ല, ഇത് പൗണ്ഡ്രക വാസുദേവന്മാരാണ്. അതെ അതെ. അതുകൊണ്ട് ഇവരോട് വെറുപ്പൊന്നുമില്ല, കാരണം അവരെ ഞാൻ ബഹുമാനിക്കുന്നു, തന്ത്രം പഠിച്ചവരെന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ആചാര്യന്മാരെന്ന നിലയ്ക്ക്. പക്ഷേ ബിയോണ്ട് ദാറ്റ് ഡോണ്ട് ക്ലെയിം എനിത്തിങ് അൺനാച്ചുറൽ. നിങ്ങൾ വസുദേവരുടെ വേഷവും കെട്ടണ്ട, പിന്നെ ദശരഥന്റെ വേഷം കെട്ടണ്ട. രാമൻ്റെ അമ്പലത്തിലെ അത് ഞാൻ പറഞ്ഞില്ല, കേരളത്തിൽ നല്ല തന്ത്രിമാർ ഒരുപാടുണ്ട്. ഇപ്പോൾ തൃപ്രയാർ തന്ത്രിയൊക്കെ മഹാപുരുഷനാണ്, ശരിക്കും പറഞ്ഞാൽ നിർമ്മമനാണ്. അതാണ് തരണനല്ലൂർ പത്മനാഭൻ നമ്പൂരിപ്പാട്. നിർമ്മമനായി ശുദ്ധമായി പൂജ ചെയ്ത് അയാൾക്ക് വസ്ത്രം, ലളിതമായ വസ്ത്രം ധരിച്ച് ഒരാളോടും പേഴ്സണലായിട്ട് ബന്ധം വെക്കാതെ, അതുണ്ടല്ലോ, അത് വലിയ പ്രധാന. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ്. ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട്. ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാവുന്നുണ്ട്. അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത്. 1 മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തണം. ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും. ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്.